ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്ത പക്ഷേ ഈ ലോകത്തെ തന്നെ രൂപപ്പെടുത്തുന്ന ഒരു ഭയങ്കര ശക്തിയെക്കുറിച്ചാണ്. അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടന്നാലോ? ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു മൂലകത്തിന് വെറുതെ അങ്ങ് സ്വയം വേറൊരു മൂലകമായിട്ട് മാറാൻ പറ്റുമോ? അതായത് ഒരു സ്വർണം പെട്ടെന്നൊരു ദിവസം ഇരുമ്പായി മാറുന്നതുപോലെ, അല്ലെങ്കിൽ കാർബൺ നൈട്രജനായി മാറുന്നതുപോലെ. കേൾക്കുമ്പോൾ എന്തോ ഒരു മാജിക് പോലെ തോന്നുന്നുണ്ടല്ലേ? പക്ഷേ ഇതൊരു മാജിക്കോ മന്ത്രമോ ഒന്നുമല്ല. ഇത് പക്കാ സയൻസാണ്. നമുക്ക് ചുറ്റുമുള്ള മണ്ണിലും പാറയിലുമൊക്കെ, എന്തിനേറെ നമ്മുടെ സ്വന്തം ശരീരത്തിൽ പോലും എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണിത്. അപ്പോ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആറ്റങ്ങളുടെ ഈ അത്ഭുതകരമായ മാറ്റത്തിനു പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് കണ്ടെത്താനാണ്. ഇതാണ് നമ്മൾ കേട്ടിട്ടുള്ള സ്വാഭാവിക റേഡിയോ ആക്ടിവിറ്റി. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതാണ് സംഭവം. ചില ആറ്റങ്ങളുടെയൊക്കെ സെന്റർ, അതായത് ന്യൂക്ലിയസ്, അത്ര സ്റ്റേബിൾ ആയിരിക്കില്ല. അപ്പൊ ഈയൊരു അസ്ഥിരത കാരണം അവ എന്തു ചെയ്യും? സ്വയം പൊട്ടിച്ച് കുറച്ച് ഊർജവും ചെറിയ കണങ്ങളുമൊക്കെ പുറത്തുവിട്ട് കൂടുതൽ സ്റ്റേബിളായ വേറൊരാറ്റമായി മാറും. അത്രേ ഉള്ളൂ കാര്യം. അപ്പോ ഈയൊരു സംഭവം നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തിയത്? ഇത് ശാസ്ത്രലോകത്തെ മൊത്തത്തിൽ എങ്ങനെയാണ് മാറ്റിമറിച്ചത്? നമുക്ക് ആ ഒരു ചരിത്രത്തിലേക്ക് ചെറുതായിട്ടൊന്ന് പോയി നോക്കാം. ഇതിന്റെയൊക്കെ തുടക്കം 1896-ലാണ്. ആന്റോയിൻ ബെക്യുറൽ എന്ന ശാസ്ത്രജ്ഞൻ തികച്ചും യാദൃശികമായിട്ട് യുറേനിയത്തിൽ നിന്ന് എന്തോ ഒരു അദൃശ്യമായ രശ്മി വരുന്നത് കണ്ടെത്തുന്നു. അതിനുശേഷം ഏണസ്റ്റ് റൂദർഫോർഡിനെ പോലെയുള്ള വലിയ ശാസ്ത്രജ്ഞർ വന്ന് ഈ രശ്മികളെ ആൽഫ, ബീറ്റ, ഗാമ എന്നൊക്കെ പേരിട്ട് തരംതിരിച്ചു. അതോടെ ആറ്റത്തെക്കുറിച്ച് നമുക്കുണ്ടായിരുന്ന എല്ലാ ധാരണകളും മാറിമറിയാൻ തുടങ്ങി. ഒരു പുതിയ വാതിലങ്ങ് തുറന്നു കിട്ടിയ പോലെ. ഇപ്പോ ഈ കണ്ടുപിടുത്തങ്ങളിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാല്, അന്നത്തെ കാലത്തെ ഫിസിക്സ് നിയമങ്ങൾ വെച്ച് ഇതൊന്നും വിശദീകരിക്കാനേ പറ്റിയില്ല. ഒന്നാലോചിച്ചു നോക്കൂ, മൂലകങ്ങൾ എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കും എന്നായിരുന്നു അതുവരെയുള്ള വിശ്വാസം. അത് തകർന്നു. പിന്നെ പുറത്തുനിന്നൊരു എനർജിയും കൊടുക്കാതെ ആറ്റത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ എങ്ങനെയാണ് ഇത്രയും ഊർജ്ജം വരുന്നത്? അതൊരു വലിയ ചോദ്യചിഹ്നമായി. പോരാത്തതിന് ഒരു ആറ്റം എപ്പോഴാണ് പൊട്ടിത്തെറിക്കുക എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഒരു സാധ്യത, ഒരു പ്രോബബിലിറ്റി മാത്രമേ പറയാൻ പറ്റൂ എന്ന അറിവ്, അത് ശരിക്കും അന്നത്തെ ശാസ്ത്രജ്ഞരെ കുഴപ്പത്തിലാക്കി. അപ്പൊ ശരി, ഈ മാറ്റം ശരിക്കും എങ്ങനെയാണ് സംഭവിക്കുന്നത്? സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു ആറ്റം അത് നേടിയെടുക്കാൻ എന്തൊക്കെ വഴികളാണ് നോക്കുന്നത്? അടുത്തതായി നമുക്ക് അതാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ നമ്മുടെ ഈ കഥയിലെ മെയിൻ ഹീറോയെ പരിചയപ്പെട്ടോളൂ, റേഡിയോ ന്യൂക്ലൈഡ്. സിംപിളായി പറഞ്ഞാൽ ഇതൊരു മൂലകത്തിന്റെ അസ്ഥിരമായ ഒരു വേർഷനാണ്. ഈ അസ്ഥിരതയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ ഈ കാണുന്ന മാറ്റങ്ങൾക്കൊക്കെ കാരണം. അപ്പോ ഒരു അൺസ്റ്റേബിൾ ന്യൂക്ലിയസിന് സ്റ്റേബിൾ ആകാൻ പ്രധാനമായിട്ടും 3 വഴികളാണുള്ളത്. 1. ന്യൂക്ലിയസിന് ഒരുപാട് ഭാരമുണ്ടെങ്കിൽ അത് 2 പ്രോട്ടോണുകളെയും 2 ന്യൂട്രോണുകളെയും ഒരുമിച്ച് ഒരു പാക്കേജായി പുറത്തേക്ക് തള്ളും. ഇതാണ് ആൽഫ ഡീകെ. ഇനി ന്യൂട്രോണുകളുടെ എണ്ണം പ്രോട്ടോണുകളേക്കാൾ ഒരുപാട് കൂടുതലാണെങ്കിൽ ഒരു ന്യൂട്രോൺ സ്വയം ഒരു പ്രോട്ടോണായി അങ്ങ് മാറും. അതാണ് ബീറ്റ ഡീകെ. ഇനിയിപ്പോ കണങ്ങളുടെ ഒന്നും പ്രശ്നമില്ല, കുറച്ച് എക്സ്ട്രാ എനർജി മാത്രമേ ഉള്ളൂ എന്നാണെങ്കിൽ ആ എനർജിയെ ഒരു ഗാമ രശ്മിയായി പുറത്തുവിടും. ഇത് ശരിക്കും ഉറപ്പില്ലാത്ത ഒരു വലിയ കെട്ടിടം അതിന്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടി കുറച്ച് കട്ടകളൊക്കെ താഴേക്കിടുന്നത് പോലെയാണ്. ഈ പൊട്ടിത്തെറി അല്ലെങ്കിൽ വിഘടനം എന്ന് പറയുന്നത് ഒറ്റത്തവണ നടക്കുന്നൊരു കാര്യമല്ല. ഇതൊരു നീണ്ട യാത്രയാണ്. ഒരു അസ്ഥിരമായ ആറ്റം വിഘടിച്ച് പുതിയൊരെണ്ണമായി മാറുമ്പോൾ ആ പുതിയ ആറ്റവും ചിലപ്പോ അസ്ഥിരമായിരിക്കാം. അപ്പൊ എന്ത് സംഭവിക്കും? അതതിന്റെ യാത്ര തുടരും. അങ്ങനെ അവസാനം പൂർണ്ണമായിട്ടും സ്റ്റേബിളായ ഒരാറ്റത്തിലെത്തുന്നതുവരെ ഈ ശൃംഖല, ഈ ചെയിൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഈ യാത്രകളെപ്പറ്റി പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം എന്താന്ന് വെച്ചാൽ പ്രകൃതിയിൽ കാണുന്ന മിക്ക റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളും ഈ പറയുന്ന 4 പ്രധാനപ്പെട്ട ശൃംഖലകളിൽ അല്ലെങ്കിൽ ഫാമിലികളിൽ ഒന്നിൽപ്പെട്ടതായിരിക്കും. ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മളെ ഒരുപാട് സഹായിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് യുറേനിയം സീരീസ് എടുക്കാം. ഇതിന്റെ തുടക്കം അസ്ഥിരമായ യുറേനിയം 238 എന്ന ആറ്റത്തിൽ നിന്നാണ്. പിന്നീട് കോടിക്കണക്കിന് വർഷങ്ങളെടുത്ത് ഒരുപാട് ആൽഫ, ബീറ്റ വിഘടനങ്ങളിലൂടെയെല്ലാം കടന്നുപോയി അവസാനം എവിടെ എത്തുമെന്നറിയാമോ? പൂർണ്ണമായിട്ടും സ്ഥിരതയുള്ള ലെഡ് 206 എന്ന ആറ്റത്തിൽ. അപ്പോഴാണ് ഈ നീണ്ട യാത്ര അവസാനിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബത്തിലെ പല തലമുറകളുടെ കഥ പറയുന്നത് പോലെയാണ്. ഓക്കെ, ഇത്രയൊക്കെ സങ്കീർണമായ ഈ പ്രോസസ്സ് എവിടെയാണ് നടക്കുന്നത് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഉത്തരം വളരെ സിമ്പിളാണ്, എല്ലായിടത്തും. ഇത് നമ്മുടെയെല്ലാം ഡെയിലി ലൈഫിന്റെ ഒരു ഭാഗമാണ്, നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രം.
നമ്മുടെ ശരീരത്തിലേൽക്കുന്ന ഈ സ്വാഭാവിക റേഡിയേഷന്റെ ഏറ്റവും വലിയ സോഴ്സ് ഏതാണെന്നറിയാമോ? അത് റെഡോൺ എന്ന് പറയുന്ന ഒരു ഗ്യാസാണ്. ഇത് നമ്മുടെയൊക്കെ വീടിന്റെ അടിയിലുള്ള പാറകളിലെ യുറേനിയം വിഘടിച്ചുണ്ടാകുന്നതാണ്. അതുകൂടാതെ മണ്ണിൽ നിന്നും പാറകളിൽ നിന്നും നേരിട്ട് റേഡിയേഷൻ വരുന്നുണ്ട്. പിന്നെ ബഹിരാകാശത്തു നിന്ന് വരുന്ന കോസ്മിക് രശ്മികളുണ്ട്. എന്തിനേറെ, നമ്മൾ കഴിക്കുന്ന പഴത്തിലും പച്ചക്കറിയിലുമൊക്കെയുള്ള പൊട്ടാഷ്യം പോലുള്ള മൂലകങ്ങളിൽ നിന്ന് പോലും നമുക്ക് റേഡിയേഷൻ ഏൽക്കുന്നുണ്ട്. അപ്പോ ഇത്രയും നേരം നമ്മൾ പറഞ്ഞതിന്റെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താന്ന് വെച്ചാല്, ഈ കുഞ്ഞൻ ആറ്റങ്ങളിൽ നിന്ന് വരുന്ന ഊർജം അത്ര നിസ്സാരമൊന്നുമല്ല. നമ്മുടെ ഭൂമിയുടെ ഉള്ളില് ഒരു ഭീമൻ ചൂള പോലെ പ്രവർത്തിക്കുന്നതും ഭൂകമ്പങ്ങൾക്കും അഗ്നിപർവ്വതങ്ങൾക്കും കാരണമാകുന്ന ടെക്ടോണിക് പ്ലേറ്റുകളെ ചലിപ്പിക്കുന്നതും ഈ റേഡിയോ ആക്റ്റീവ് വിഘടനത്തിൽ നിന്ന് വരുന്ന ചൂടാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത് തന്നെയാണ് നമ്മുടെ ഭൂമിയുടെ എഞ്ചിൻ. അതുകൊണ്ട് റേഡിയോ ആക്ടിവിറ്റി എന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ട ഒന്നായിട്ടല്ല നമ്മളതിനെ കാണേണ്ടത്. മറിച്ച് നമ്മുടെ ഈ ഗ്രഹത്തിന് ജീവൻ നൽകുന്ന, അതിനെ രൂപപ്പെടുത്തുന്ന, നമ്മുടെയെല്ലാം നിലനിൽപ്പിന്റെ ഭാഗമായ ഒരു അടിസ്ഥാന ശക്തിയായിട്ടാണ്. ഈ ഒരു പുതിയ അറിവ് ലോകത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിനെ എങ്ങനെയാണ് മാറ്റുന്നത്? അടുത്ത തവണ നിങ്ങളൊരു കല്ലെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മല കാണുമ്പോൾ ഒന്ന് ഓർത്തു നോക്കൂ, അതിന്റെയെല്ലാം ഉള്ളിൽ കോടിക്കണക്കിന് വർഷങ്ങളായി ഒരു പ്രപഞ്ചം തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്.